ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഔട്ട്ലെറ്റ് വില്ലേജ് കാണാനാണ് വന്നിട്ടുള്ളത്. നമുക്ക് കാണാം കേട്ടോ. ഹലോ ഗഡീസ്, അങ്ങനെ നമ്മൾ ഔട്ട്ലെറ്റ് വില്ലേജിൻ്റെ ഉള്ളിലെത്തി. എല്ലാതും ബ്രാൻഡഡ് ഷോപ്സാണ് ഔട്ട്ലെറ്റ് വില്ലേജിലുള്ളത്. ഈ ഔട്ട്ലെറ്റ് വില്ലേജ് ഏകദേശം ദുബായുടെയും അബുദാബിയുടെയും ഇടയിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ലിഗോലാൻഡും അതുപോലുള്ള IMG വേൾഡൊക്കെ ഇതിൻ്റെ ചുറ്റുപാടും തന്നെയാണ്. ഇത് ചുറ്റിലും നല്ല ഗ്രീനറി ആയിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ ഐലൻഡ് പോലെ സെറ്റാക്കിയിട്ടുള്ളതാട്ടോ ഈ ഔട്ട്ലെറ്റ് വില്ലേജിൻ്റെ ഏരിയ. പിന്നെ ഈ ഔട്ട്ലെറ്റ് വില്ലേജ് ആണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പഴയൊരു ട്രഡീഷണൽ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള പണ്ടത്തെ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എത്രയോ കാലം പഴക്കമുള്ള ഒരു മാള് പോലെ ഇരിക്കുന്നത്. അതുപോലെയാണ് അതിൻ്റെ സെറ്റിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഉള്ളത് ഫുള്ള് ബ്രാൻഡഡ് സാധനങ്ങളാണ്. എല്ലാ ബ്രാൻഡഡ് സംഭവങ്ങളും നമുക്ക് ഇവിടെ കാണാം. എല്ലാ ഷോപ്സും ഇവിടെ ബ്രാൻഡഡ് സാധനങ്ങൾ ഹാഫ് പ്രൈസിനും അതുപോലെ ഡിസ്കൗണ്ട് പ്രൈസിനും കൊടുക്കുന്ന ഷോപ്പുകളാണ് ഈ ഔട്ട്ലെറ്റ് വില്ലേജിലെ എല്ലാ ഷോപ്സും അങ്ങനെയാണ്. ഈ റാഡോ, റിവോളി, പിന്നെ ലെവീസ്, ബാൽമിൻ എല്ലാം കാണാം നമുക്കിവിടെ. എല്ലാതും ഓൾ ഡേ അങ്ങനെയുള്ള കുറേ കടകളൊക്കെ ഉണ്ട്. എല്ലാതും ഈ ഇതാണ് പ്രൈസ് കുറവിന് കൊടുക്കുന്നതാണ്. ഓൾ ഡേ ഗ്രോസറി ആട്ടോ ഇവിടുത്തെ ഗ്രോസറിയുടെ വരെ ഓൾ ഡേ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു മാത്രം. എല്ലാം ബ്രാൻഡഡ് ഷോപ്സാണ്, പ്രൈസ്ലെസ് ഒക്കെ ഉണ്ട് എല്ലാതും. അതായത് ഒറിജിനൽ സാധനങ്ങൾ, ബ്രാൻഡഡ് ഒറിജിനൽ സാധനങ്ങൾ ഹാഫ് പ്രൈസിന് കൊടുക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. കണ്ട ഇതിൻ്റെ വ്യൂ കണ്ട, ലോങ് വ്യൂ ഒക്കെ കണ്ട. എല്ലാ ലോങ് ഷോട്ടിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പണ്ടത്തെ ഏതോ ഒരു ട്രഡീഷണൽ സ്ട്രീറ്റിൽ കൂടെ നടക്കണ പോലെയാണ് അത് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ദുബായ് എന്ത് ചെയ്യുമ്പോഴും അത് അത്രയും ക്രിയേറ്റീവായിട്ടും അത്രയും സൂപ്പറായിട്ടും അതിൽ മേലെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലയിലാണ് ദുബായ് ഓരോ സംഭവങ്ങളും ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്രിയേഷനാണ് ദുബായിയുടെ ഈ ഔട്ട്ലെറ്റ് വില്ലേജും. അതും ഭയങ്കര അമേസിങ് ആണ്. പിന്നെ നമുക്ക് ദുബായിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും ദുബായിയുടെ നമ്മൾ ഞെട്ടിക്കാന്ന് പറയില്ലേ, നമ്മൾ ഭയങ്കര സർപ്രൈസ് അങ്ങനെ സംഭവങ്ങൾ ദുബായിൽ ചെയ്യുക. ഔട്ട്ലെറ്റ് വില്ലേജ് ആൾക്കാർ പറഞ്ഞപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചിട്ട്. ഇത് ഭയങ്കര ക്രിയേറ്റിവിറ്റി ദുബായിലുള്ള എല്ലാ കാര്യങ്ങളും. എല്ലാത്തിൻ്റെയും പീക്കാണ്. ട്രഡീഷണൽ വെച്ചാൽ അതിൻ്റെ പീക്ക്, പിന്നെ മോഡേൺ വെച്ചാൽ അതിൻ്റെ പീക്ക്. ഞങ്ങൾ ഈ കടയിൽ കയറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്യൂസും ചിപ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കണ്ടപ്പോൾ തൊപ്പിയൊക്കെ കണ്ടു. അതൊക്കെ ഞങ്ങളിങ്ങനെ രണ്ടുപേരും വെച്ച് നോക്കി. ഞാനും ചേട്ടനും ഓരോന്ന് വെച്ച് ഞങ്ങൾക്ക് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. തൊപ്പി ഔട്ട്ലെറ്റ് വില്ലേജിൽ വെയിലൊന്നും കൊള്ളില്ല, ഫുൾ AC കവേർഡുമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വെച്ച് നോക്കി. പിന്നെ അവിടെ നിന്നൊരു ഇതെടുത്തു, ഒരു ജ്യൂസും ഏതാണ് സ്റ്റാർബക്സും ഒരു സ്പ്രിങ്കിൾസും എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഇവിടെ എല്ലാതും ഉണ്ട് കേട്ടോ. ദുബായിൽ ട്രഡീഷണലായിട്ട് കൊടുക്കാൻ വരുന്ന സുവനീഴ്സും അതുപോലെ എല്ലാ സാധനങ്ങളും ഈ കുഞ്ഞൊരു ഷോപ്പിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചുറ്റും നടന്ന് നോക്കി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഒന്ന് നോക്കി എല്ലാതും കണ്ടു അങ്ങനെ. പിന്നെ ഇത് എന്താ പറയുക, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഗ്രോസറി റേഞ്ച് വില കൂടുതലൊന്നും ഇല്ല കേട്ടോ. നോർമൽ പ്രൈസ് തന്നെയാണ് എല്ലാത്തിനും കണ്ടത്. പിന്നെ ക്രീമും സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല. ഈ ഒരു സ്പ്രിങ്കിളും പിന്നെ കുറച്ച് ജ്യൂസും ചിപ്സൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പിന്നെ അവിടെ ഇറങ്ങണ നേരത്ത് അവിടെ കുറച്ച് കീ ചെയിനുകൾ, സുവനീഴ്സിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കീ ചെയിനുകൾസൊക്കെ കിടക്കണ്ടായിരുന്നു. അവിടെ നിന്ന് കീ ചെയിനും വാങ്ങി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങണോട് തന്നെ പോളോ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം ബ്രാൻഡഡ് ഷോപ്സാണ്. അതൊക്കെ ഓഫറിലാണ്. ശരിക്കും നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഓഫറിൽ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിക്കും ഇവിടെ ഒന്ന് ഓഫറിൽ വാങ്ങാം കേട്ടോ. നല്ല അടിപൊളി ഒറിജിനൽ പീസ് കിട്ടും. ദുബായിൽ പിന്നെ എല്ലാ ഒറിജിനൽ സാധനങ്ങൾ ബ്രാൻഡഡിൻ്റെ കിട്ടുമെന്നാണ് പൊതുവെ പറയുക. അപ്പോൾ ഇത് ഇവിടെയും അങ്ങനെ എല്ലാതും കിട്ടും. നല്ല ഭംഗിയുള്ള ഷോപ്പുകളാണ്. എല്ലാം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ദുബായിൽ സ്ഥിരമാണ്, അങ്ങനെയാണ് ചെയ്യാറ്. എല്ലാ ഷോപ്പുകളും അങ്ങനെ ഭയങ്കര പെർഫെക്ഷനിൽ തന്നെയാണ് കാണാറ് ഞങ്ങൾ. അങ്ങനെ ഇത് കണ്ട എല്ലായിടത്തും സെയിൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എത്രയോ പെർസെൻറ്റേജ്, ഓരോ കടകളിലും ഓരോ പെർസെൻറ്റേജ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് വേണം വെച്ചിട്ടുള്ളത് ഔട്ട്ലെറ്റ് വില്ലേജിൽ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഏകദേശം രണ്ടിൻ്റെ നടുവിലാണ്. ഇത് സറോസ്കി ഷോപ്പ്, അതുപോലെ ബാൽമിൻ കണ്ടില്ലേ, ബാൽമിൻ എല്ലാം ബ്രാൻഡഡാണ് കേട്ടോ. പിന്നെ എൻ്റെ പ്രൊനൗൺസിയേഷൻ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി, അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെയൊക്കെ കറക്റ്റ് പേരുകൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻകൂർ പറയുകയാണ്, വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കേട്ടോ. അങ്ങനെ പിന്നെ ഇത് അബുദാബിയുടെ ഇടയില കേട്ടോ. ദുബായിലുള്ളവർക്കും അബുദാബിയിലുള്ളവർക്കും 1.5 ഹവറിനുള്ളിൽ ഇവിടെ എത്താം, എല്ലാവർക്കും എത്താം. പിന്നെ വരുന്ന സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലം. ഞാൻ പറഞ്ഞില്ല, നല്ല ഗ്രീനറി ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഇങ്ങോട്ട് വരാനും എളുപ്പമാണ്, രണ്ടിടത്തുനിന്ന് വരാനും എളുപ്പമാണ്. ഇനിയിപ്പോൾ ദുബായിയുടെ ജബലാലി ഭാഗമല്ലേ, ദുബായ് വളരാൻ പോണത് ആ ഭാഗത്തല്ലേ.
ആ ഭാഗത്തായിട്ട് തന്നെയാണ് ഈ ഷോപ്പ് വെച്ചിട്ട് ഉള്ളത്. പിന്നെ ദുബായിലാണെന്ന് വെച്ചാൽ മാളുകളാണ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് നടക്കാൻ പറ്റുക. കാരണം വെച്ചാൽ ചൂട് തുടങ്ങിയല്ലോ. അപ്പോൾ പുറത്ത് ബീച്ചിലും അങ്ങനെയുള്ള റീക്രിയേഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് ഓരോരോ മാളുകളാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല മാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ദുബായ് മാൾ. ഇവിടെ ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു മാൾ സിറ്റി എന്ന് തന്നെ പറയാം. അത്രയധികം ആളുകളാണ്, പറഞ്ഞാൽ തീരില്ല, അത്രയധികം ആളുകളാണ് ഉള്ളത്. പിന്നെ അത് വിചാരിച്ചൊരു മാളിൽ ആളില്ലെന്ന് വിചാരിക്കരുത്. എല്ലാ മാളിലും ആളുണ്ടാവും, എല്ലാ ഫുഡ് കോർട്ടിലും നിറച്ച ആളാവും. നമ്മൾ വിചാരിക്കും അയ്യോ ഈ മാളിൽ മാത്രമാണ് ആൾക്കാർ, അല്ല അപ്പുറത്തെ മാളിലും നിറച്ച ആൾക്കാരാണ്. എല്ലാ ആഴ്ചയും ഓരോ മാളിലേക്ക് ഞങ്ങൾ പോവും. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും ഇന്ന് ഏത് പുണ്യമാളിലേക്കാണ് പോകുന്നത്, ഇന്ന് ഏത് പുണ്യപ്രദേശത്തേക്കാണ് പോകുന്നത്, ഇന്ന് ഏത് പുണ്യസ്ഥലം കണ്ടെന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അങ്ങനെ നോക്കി ഈ ഒരു ഷോപ്പ് കണ്ടില്ലേ, നല്ലൊരു കിയോസ്കാട്ടാ, ഫുൾ അത്തറാണ്, നല്ല ഭംഗിയുള്ള അത്തറുകളുടെ കുപ്പികളും ഒക്കെ. എന്ത് ക്യൂട്ട് കുപ്പികളാണ് നോക്കി, എന്ത് നല്ല ഇതാണെന്ന് അറിയും. ഇവിടുത്തെ അത്തറ് നല്ല മണമായിരുന്നു കേട്ടോ, നല്ല രസമുള്ള മണമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വരെ ഈ അത്തറിൻ്റെ മണം നിന്നു. ഞങ്ങൾ സത്യത്തിൽ ഈ അത്തറ് നോക്കാൻ വന്നത് ഈ കുപ്പി കണ്ടിട്ടാണ്. നല്ല ഭംഗിയുള്ള ബോട്ടിൽസാണ് കണ്ട, നല്ല ക്യൂട്ടായിട്ടില്ലേ, അത് കാണാൻ നല്ല രസം കേട്ടോ. ഇത് 2 പെയേഴ്സിന് 150 പറഞ്ഞല്ലോ കേട്ടോ, നല്ല പൈസ കുറവാണ്, നല്ല ലോങ് ലാസ്റ്റിങ്ങും ആയിരുന്നു കേട്ടോ അതിൻ്റെ മണം. പിറ്റേ ദിവസം വരെ നിന്നു. നെക്സ്റ്റ് ടൈം മുമ്പേ മസ്റ്റായിട്ട് ഞാനിത് ട്രൈ ചെയ്യാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങണമെന്ന് തോന്നിയില്ല ആക്ച്വലി. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ ഇതുള്ള കാരണം ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കറങ്ങി ഞങ്ങൾ ചെന്നപ്പോൾ സ്കെച്ചേഴ്സ് കണ്ട്. അപ്പോൾ അവിടെയും ഭയങ്കര ഓഫർ, സ്കെച്ചേഴ്സിലും നല്ല അടിപൊളി ഓഫറാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കാൻ മുമ്പിലൊക്കെ ഒരു ഷൂ വേണം. അപ്പോൾ അവിടെ ഫുള്ള് കുറേ വെറൈറ്റി ഓഫ് ഷൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിന്ന് നിരത്തി ചേട്ടനോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ നിരത്തി ഷൂ ഇട്ട് നോക്കി. കുറേ കളേഴ്സും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കളേഴ്സും ഷൂകൾ. ഇതുവരെ നമ്മളിടാത്ത കളേഴ്സ്, അവിടെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിങ്ക് ഷൂ, പർപ്പിൾ ഷൂ, അങ്ങനെ പല കളേഴ്സ് ഷൂ കണ്ടപ്പോൾ ഞാൻ ഒട്ടും വിട്ടില്ല. എല്ലാ ഷൂവും ഏറ്റവും കാലുവേദനയൊക്കെ ഞാൻ അങ്ങോട്ട് മറന്നു, നടന്ന ക്ഷീണവും കാലുവേദനയൊക്കെ അങ്ങോട്ട് മറന്ന് ഒന്നും നോക്കിയില്ല, ഷൂ അങ്ങോട്ട് നോക്കി. അങ്ങനെ ചേട്ടനോട് പറഞ്ഞു ചേട്ടയ്ക്ക് ഒരു ഷൂ വാങ്ങിച്ചായോ, ഈ കളേഴ്സ് ഷൂകളൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല, എനിക്കൊരു ഷൂ വാങ്ങിച്ച് തരാൻ പറഞ്ഞു. ഔട്ട്ലെറ്റ് മാളിൽ ഡിസ്കൗണ്ടും അല്ലേ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കിട്ടുള്ളൂ ഇത്ര നല്ല ഷൂ, പിന്നെ ബ്രാൻഡഡ് ആണ്, വാങ്ങിച്ച് തരണം പ്ലീസ്, എനിക്ക് 1 ടൈമെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഈ പിങ്ക് ഷൂ ആണ് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തത്. വേറെ ഷൂ ഉണ്ടോയെന്നൊക്കെ ഞാൻ തിരഞ്ഞ് നടന്നു. അങ്ങനെ ഞാനിവിടെ മൊത്തത്തിലൊന്ന് അരിച്ച് പറക്കി നടന്നു. അപ്പോൾ എല്ലാ ഷൂകൾക്കും ഓഫറാട്ടാ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം നല്ല വിമൻസിൻ്റെ ഷൂ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞാനൊരു ഷൂ വാങ്ങിച്ചു. ഞാൻ ചേട്ടനും കൂടെ പുറത്തിറങ്ങി നല്ല ഷൂ, സൂപ്പർ ഷൂ, ആ പിങ്ക് ഷൂ ഇല്ലേ അതാട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ ചേട്ടൻ പറഞ്ഞു 11 മണി ആവാറായി, ഇനി നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഈ ഔട്ട്ലെറ്റ് മാളിൽ നിന്ന് ഞാനൊരു കുഞ്ഞ് കൈച്ചേനും ഒരു സ്കെച്ചേഴ്സിൻ്റെ ഷൂവും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നാളെ തൊട്ട് നടക്കാൻ പോകാൻ സ്കെച്ചേഴ്സിൻ്റെ ഷൂ ഇതാണ് കൈച്ചേൻ. അങ്ങനെ ഔട്ട്ലെറ്റ് മാളിൻ്റെ വീഡിയോ ഫിനിഷായി. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. ഇനി എന്തെങ്കിലും നെഗറ്റീവും പോസിറ്റീവും കമൻറ്റ് ചെയ്ത് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.